എരിയും സ്നേഹാർദ്രമാമെൻ്റെ ജീവിതത്തിൻ്റെ തിരിയിൽ ജ്വലിക്കട്ടെ. ഊരുഭംഗത്തിലെയും ശാകുന്തളത്തിലെയുമെല്ലാം ശ്ലോകങ്ങൾ ചൊല്ലി നടന്ന വഴികളാണിത്. ഭാസന്റെയും കാളിദാസന്റെയും ക്ലാസിക് പാരമ്പര്യത്തെ തൻ്റെ സങ്കല്പങ്ങളിലേക്ക് മാറ്റിപ്പണിയാൻ ജാഗ്രത കാണിച്ച അധ്യാപകൻ, കഠിനാധ്വാനികളായ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സ്വയം മറക്കുന്ന അധ്യാപകൻ, വിശാലമായ ക്യാമ്പസിനുള്ളിൽ നാടകം സ്വപ്നം കാണുന്ന പ്രിയപ്പെട്ട ശിഷ്യർക്കൊപ്പം എന്നും യൗവനത്തോടെ പ്രൊഫസർ കുമാരവർമ്മ നടന്നു. മോഹൻ മഹർഷി, റാണി ബൽബീർ കൗർ, നീലം മാൻസിംഗ് ചൗധരി, അഞ്ചല മഹർഷി, മഹേന്ദ്രകുമാർ എന്നിവരായിരുന്നു കുമാരവർമ്മയുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് പ്രധാന അധ്യാപകർ. നമുക്കറിയാം, ലോക നാടകവേദിയിൽ ഇന്ത്യൻ നാടകവേദിയുടെ സ്ഥാനം എന്നും ഈ വൃക്ഷങ്ങൾക്ക് സമാനമാണ്. ഭാസനും കാളിദാസനും ഭവഭൂതിയും ശക്തിഭദ്രനും ഉൾപ്പെടെ ഋഷിതുല്യരായ അനേകം പേർ ഇന്ത്യൻ നാടകവേദിയുടെ കാതലും കരുത്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയെടുപ്പുള്ള ഒറ്റത്തടി വൃക്ഷങ്ങളായി നിലകൊള്ളുന്നു. ആ അഭിമാനത്തിൻ്റെ തുടർച്ചയും ഗരിമയും വിളിച്ചോതുന്ന ഒരിടത്തേക്ക് കുമാരവർമ്മയും തൻ്റെ യൗവനാരംഭത്തിൽ ഉറച്ച കാലടികളോടെ കയറി ചെന്നു. നാടകവേദിയുടെ മാന്ത്രിക അനുഭവങ്ങൾ അറിഞ്ഞു. ആ അനുഭൂതികൾ ക്ലാസ് മുറികളിൽ കുട്ടികളോടൊപ്പം പങ്കുവച്ചു. അതെ, മറ്റൊരു സാഹിത്യരൂപത്തിനും അവകാശപ്പെടാനാകാത്ത ഒരു ഉയരമാണിത്. സംസ്കൃത നാടകങ്ങളും നാടോടി നാടകങ്ങളും സംഗീത നാടകങ്ങളും ഒക്കെ ചേരുന്ന ആ വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ കാലത്തിന് അനുയോജ്യമായ നാടകങ്ങൾ ഒരുക്കുവാനുള്ള യാത്രയുടെ തുടക്കമായിരുന്നു ഇവിടേക്കുള്ള യാത്ര. ഇന്ത്യൻ നാടകവേദിയുടെ അകത്തളങ്ങളിൽ തലപ്പൊക്കത്തോടെ ഉയർന്നു നിൽക്കുവാനും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകുവാനും കുമാരവർമ്മയ്ക്ക് വഴി തുറക്കുകയായിരുന്നു പഞ്ചാബ് സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ തിയേറ്റർ. പ്രൊഫസർ കുമാരവർമ്മയുടെ ഓരോ യാത്രയിലും ജീവിത പങ്കാളിയുടെ സാന്നിധ്യമുണ്ട്. 5 പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യ ജീവിതം ഇങ്ങനെ ലളിതസുന്ദരമായി തുടരുന്നു. ഒപ്പം നടന്നും അവതരണങ്ങളിൽ ക്രിയാത്മകമായ പങ്കാളിത്തം വഹിച്ചും അഭിനന്ദിച്ചും വിമർശിച്ചും കൊണ്ടുള്ള യാത്രയ്ക്ക് ഈ പുഞ്ചിരിയുടെ നൈർമല്യം, ലാളിത്യം. ഒരു കലാകാരന് തൻ്റെ കർമ്മമേഖലയിൽ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയാണ് എല്ലാ വിജയങ്ങൾക്കും ആധാരം. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ വിശാലമായ ക്യാമ്പസിന് പുറത്ത് 17ാം സെക്ടറിൽ ഒരു കോഫി ഹൗസ് ഉണ്ട്. ഇതിന് 5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ചണ്ഡീഗഡിലെ നീലം സിനിമാ തിയേറ്ററിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് 1971 മുതൽ കലാകാരന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഒരു താവളമായിരുന്നു. വൈകുന്നേരങ്ങളിൽ അവിടെ ചെലവഴിച്ച നേരങ്ങളിലായിരുന്നു കുമാരവർമ്മയുടെ ആദ്യകാലത്തെ പല നാടക അവതരണങ്ങളുടെയും ആശയങ്ങൾ രൂപം കൊണ്ടത്. ആർക്കിടെക്ട് ലെ കോർബൂസിയർ രൂപകൽപ്പന ചെയ്ത ചണ്ഡീഗഡിലെ ക്യാപിറ്റൽ കോംപ്ലക്സിലുള്ള ഓപ്പൺ ഹാൻഡ് സ്മാരകമാണിത്. ഈ സ്മാരകം ഒരു പ്രതീകമാണ്. ചണ്ഡീഗഡ് ഗവൺമെൻറ്റിൻ്റെ ചിഹ്നവും പ്രതീകവുമായ ഈ സ്മാരകം 1985 പണി കഴിപ്പിച്ചത്. കൊടുക്കൽ വാങ്ങലുകളും സമാധാനവും സമൃദ്ധിയും മനുഷ്യരാശിയുടെ ഐക്യവും ഈ സ്മാരകം പ്രതീകപ്പെടുത്തുന്നു. അതേസമയം ഇവിടെ എത്തിച്ചേർന്ന കുമാരവർമ്മയുടെ ജീവിതത്തിലും നാടകകലയുടെ രൂപത്തിൽ ധാരാളം കൊടുക്കൽ വാങ്ങലുകളുണ്ടായി. അറിവിൻ്റെ സമൃദ്ധിയും അത് പകർന്നു കൊടുക്കുന്നതിൻ്റെ സമൃദ്ധിയുമുണ്ടായി. പതുക്കെ പതുക്കെ ഞാൻ പ്രായമായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ ഇന്നലെ ഞാൻ പിള്ളേരോട് അതാ പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് നമ്മളെ മനസ്സിന് അല്ലേ. അത് മാത്രമല്ല, അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ വേഗം കഴിഞ്ഞു. ഈ ഒരു അച്ഛൻ അമ്മ എന്നുള്ളൊക്കെ ആ ഇത് പോവും. ടീച്ചേഴ്സ് ആകുമ്പോൾ വളരെ അടുത്ത് പെരുമാറും. അച്ഛനെയും അമ്മക്കാളും നന്നായിട്ട് അടുത്ത് പെരുമാറും. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ജീവിതത്തിലെ ഒരു വലിയൊരു കാര്യമാണ്. അവരോട് ആ രീതിയിൽ നമുക്ക് ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് പലപ്പോഴും മക്കളെ പോലെ തന്നെയാവും. അത്
ഒരേ സമയം ഹൃദയം തുറന്ന നിരവധി ആദരവുകളും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങിയ നാടക സംവിധായകൻ, അധ്യാപകൻ. അവർ നൽകിയ പൂച്ചെണ്ടുകളിൽ സ്നേഹത്തിൻ്റെ മധുരവും അണിയിച്ച ഷോളുകളിൽ ഏറെ വിലപ്പെട്ട ആദരവുമാണ് തുന്നിച്ചേർത്തിരുന്നത്. നിഷ്കളങ്കനായും നമ്രശിരസ്കനായും നിന്ന ഒരു ഭാരതീയനായ നാടക പ്രവർത്തകൻ, ഒപ്പം മലയാളികളുടെ അഭിമാനം. അതെ, കുമാരവർമ്മയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ആദരിക്കുന്നു എന്നതിന് തുല്യമാണെന്ന് ചണ്ഡീഗഡിലെ സാംസ്കാരിക മണ്ഡലത്തിന് തോന്നിയിരുന്നു. ഏകാഗി എന്നൊരു നിമിഷം തോന്നിയേക്കാം. എന്നാൽ ആരവങ്ങൾക്കും അരങ്ങിലെ ആഘോഷങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെല്ലാം ഒപ്പം ഇദ്ദേഹം എന്നുമുണ്ട്. അണിയറയിലും അരങ്ങിലും ഉണർന്നിരിക്കുന്ന, കൈകോർക്കുന്ന എല്ലാ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും എപ്പോഴും പ്രിയപ്പെട്ടവനാണ് കുമാരവർമ്മ. സംഘാടനം എന്ന ഭാരിച്ച കടമ്പ തന്നെ സംവിധായകന്റെ മനോനിലയെയും കർമ്മവീര്യത്തെയും സാരമായി ബാധിച്ചേക്കാം. അതെല്ലാം പരിഗണിക്കുമ്പോൾ ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇടയിൽ നിന്ന് 40-ലേറെ ചെറുതും വലുതുമായ നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിച്ച ഈ നാടക പ്രതിഭയുടെ സമർപ്പണത്തെയും നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെയും ലക്ഷ്യബോധത്തെയും കാലം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. 1973 മുതൽ 2008 വരെ 35 കൊല്ലം നീണ്ട പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപനവും നാടക പ്രവർത്തനവും പൂർത്തിയാക്കി കുമാരവർമ്മ കേരളത്തിലേക്ക് മടങ്ങി. When I was director of National School of Drama, I invited Kumar to direct a production with our students, a classical Indian play, and he did Abhigyan Shakuntal, Kalidasa's Abhigyan Shakuntal in Hindi with our second year students. Our students were very much impressed by the handling, the way he dealt with the students, the way he made them understand the subtleties of a play like Abhigyan Shakuntal, and the production came out very well. സൂര്യവംശത്തിൻ്റെ ചരിത്രമാഖ്യാനം ചെയ്യുകയെന്നത് ഒരു പൊങ്ങുതടിയിൽ സമുദ്രം കടക്കാൻ ശ്രമിക്കുന്നത് പോലെ ദുഷ്കരമാണെന്ന് രഘുവംശത്തിൻ്റെ ആരംഭത്തിൽ കാളിദാസൻ പറയുന്നുണ്ട്. കാളിദാസൻ്റെ കൃതികൾ, വിശേഷിച്ച് ശാകുന്തളം, രംഗത്ത് അവതരിപ്പിക്കുകയെന്നത് അതുപോലെ തന്നെ വിഷമമുള്ള കാര്യമാണ്. നാലും അഞ്ചും ഒഴിച്ചുള്ള അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ശൃംഗാരപ്രധാനമായ ആദ്യത്തെ അംഗങ്ങളിൽ ശൃംഗാരരസത്തിന് അനുയോജ്യമായ ലാസ്യഭാവം പകരുന്ന മോഹിനിയാട്ടത്തിൻ്റെ അംഗചലനങ്ങളാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ അംഗങ്ങളുടെ അവതരണ രീതിയെ നാട്യധർമ്മി എന്ന് വിളിക്കാം. എന്നാലും 4-5 അംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം വേർപാടിൻ്റെയും തിരസ്കാരത്തിൻ്റെതുമാണ്. പ്രേക്ഷകരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളോട് അടുത്തു നിൽക്കുന്ന ഭാവങ്ങളാണിവ എന്നതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അവതരണ ശൈലി ലോകധർമ്മിയാണ്. I have hardly seen him getting angry on anyone, on his students or any person, be it while he is directing or while he is in the class. As far as I have heard from his students, he always becomes friend with them. I have the chance to interact with his students. Most of his students who were there in Department of Indian Theatre later came to National School of Drama and joined as my students. I am privileged that I did the lighting design for this play. So I was associated with his process of direction for about a month. He's a fantastic director. He knows how to handle his actors and particularly to work with the students. This uniqueness of humbleness of Kumar Varma is something. He handled it all the situations so delicately
and finally which resulted in a fantastic production of Abhigyan Shakuntalam I have ever seen. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോടുള്ള സമീപനമാണ്. വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടുമാണ് അദ്ദേഹം എപ്പോഴും ആക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു നാടകം ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ടെൻഷൻ, സാധാരണ ഒരു ഫൈനൽ സ്റ്റേജൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ വരാറുണ്ട്, അത് കുറവായിരുന്നു കാണാൻ. കുമാരവർമ്മയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ് 2005 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്ത ഒരു ദളിത് യുവതിയുടെ കഥന. എം മുകുന്ദൻ്റെ ഈ നോവലറ്റിൻ്റെ ഹിന്ദി തർജ്ജമയും തിയേറ്റർ അഡാപ്റ്റേഷനും വർമ്മ തന്നെയാണ് നിർവഹിച്ചത്. ഏക് ദളിത് യുവതി കി ദുഃഖ് ഭരി ദസ്താൻ എന്ന പേരിൽ അരങ്ങിലെത്തിയ ഈ നാടകത്തിൻ്റെ പ്രമേയം പ്രത്യക്ഷത്തിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നതിലെ പ്രശ്നങ്ങളാണെന്ന് തോന്നും. എന്നാൽ ഇത് നമ്മെ അസ്വസ്ഥരാക്കുന്ന, നമ്മുടെ കാലത്ത് പൊള്ളുന്ന ചില വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നു. കുമാരവർമ്മയെപ്പോലുള്ള ഒരാൾ എൻ്റെ ഒരു നോവൽ നാടകമാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദളിത് യുവതിയുടെ കഥ എന്ന ഇന്ത്യയിലെ നാടകം യഥാർത്ഥത്തിൽ ഒരു പോസ്റ്റ് മോഡേൺ നാടകമായിരുന്നു. അപ്പോൾ അതിൽ 2 തലങ്ങളാണുള്ളത്. ഒന്ന് ഈ ദളിതരെയുള്ള ചൂഷണവും അവരെ പീഡനത്തിന് വിധേയമാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു തലം. മറ്റൊന്ന് നമ്മുടെ ആധുനികമായിട്ടുള്ള ഇപ്പം മാധ്യമങ്ങൾ, മാർക്കറ്റിങ്, അവരൊക്കെ എങ്ങനെയാണ് കലയെ അട്ടിമറിക്കുന്നത് എന്നുള്ള ഒരു തലം അതിലുണ്ട്. അപ്പോൾ ഈ 2 തലങ്ങളും യോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടകം രൂപപ്പെടുത്തിയത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്കുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ അവസാനിച്ചു. വളരെയധികം വളരെ ആധുനികമായിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ സ്വഭാവമുള്ള ഒരു നാടകമായിട്ടാണ് അത് രൂപം കൊണ്ടത്. അപ്പോൾ കുമാരവർമ്മ നമ്മുടെ നാടക രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മുടെ നാടകത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ, മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ നാടക ചരിത്രം എഴുതുമ്പോൾ അത് വലിയൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്.